ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ അലീനനെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം മനുവിനെ വിളിച്ച് പറയുന്നുണ്ട് അലീനനെ രക്ഷപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, അപ്പോൾ ഉടനെ തന്നെ ഞാൻ അങ്ങോട്ട് വരാങ്ങളെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ഗോവർദ്ധൻ സുലോചനനെ വിളിച്ചിട്ട് അലീന രക്ഷപ്പെട്ട കാര്യം പറയുകയാണ്. എന്നിട്ട് കൊല്ലപ്പള്ളിക്കാരാണ് അവളെ കിഡ്നാപ്പ് ചെയ്തതെന്നൊക്കെ പറയുമ്പോൾ അത് ചെന്നിട്ട് വൈജിയോട് പറയുന്നുണ്ട്, കൊല്ലപ്പള്ളിക്കാരൻ എന്നാലും കൊള്ളാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. അതിനുശേഷം രാജീവനോടും ശിവനോടൊക്കെ വീട്ടിലേക്ക് വരണമെന്ന്, കടപ്പാട്ടൂർക്ക് വരണമെന്ന് ബാലേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ഡിമാൻഡുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ അവരോട് ചോദിക്കുന്നുണ്ട്, രാജീവൻ്റെയും ശിവൻ്റെയൊക്കെ പെണ്ണുങ്ങൾക്ക് ഇതുപോലെ മുമ്പ് കൊച്ചുണ്ടായിന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നൊക്കെ ചോദിച്ചിട്ട് അപമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 40 ലക്ഷം രൂപ അലീനയുടെ അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറയുന്നുണ്ട്. രോഹിത്തിനെയും ബബിനെയും തിരിച്ച് പറഞ്ഞയക്കാന്ന് പറയുമ്പോൾ വേണ്ട, അവർക്ക് സ്വന്തം വീട് ഏതാണെന്ന് തിരിച്ചറിയുമ്പോൾ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ഗംഗാധരൻ അലിയോട് മാപ്പ് പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. ഇതോടൊപ്പം തന്നെ വൈജയനെ ഇനി ഈ ഒരു കാര്യം പറഞ്ഞ് വേദനിപ്പിക്കരുതെന്ന് പറയുന്നുണ്ട്. കാരണം വൈജയനെ ഇവർ 3 പേരും കൂടിയിട്ട് ചതിച്ചിട്ടുള്ളതാണ്. അതായത് ശിവനും രാജീവനും ഗംഗാധരനും അതുപോലെ അച്ഛനൊക്കെ കൂടിയിട്ട് ജാതിയുടെയും മതത്തിൻ്റെയും പണത്തിൻ്റെ ഒക്കെ പേരിൽ അന്ന് ദുരഭിമാനം കൊണ്ട് അങ്ങനെ ചെയ്തതാണെന്നൊക്കെ ഗംഗാധരൻ സമ്മതിക്കുന്നുണ്ട്. അതായത് വൈജിക്ക് ഇതിൽ തെറ്റൊന്നും സംഭവിച്ചിട്ടില്ല. കാരണം വൈജയനെ ചതിച്ചിട്ടാണ് സ്റ്റാലിനിൽ നിന്നും ഒഴിവാക്കിയിട്ട് ബാലേന്ദ്രൻ്റെ കല്യാണം കഴിപ്പിച്ച് കൊടുത്തയക്കുന്നത്. അപ്പോൾ ആ ഒരു കഥയൊക്കെ അറിയുന്നുണ്ട്, തൻ്റെ അമ്മ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കഥയൊക്കെ അലീന അറിയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മളെ മനു അലീനയെ കാണാൻ വരുമ്പോൾ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചെറിയ രീതിയിലുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ബബി അല്ല നമ്മുടെ കൃഷ്ണമോള് കയറി വരുമ്പോൾ പറയുന്നുണ്ട്, ഞാനിവിടെ കയറി വന്നില്ലായിരുന്നെങ്കിൽ ഒരു ഹഗ്ഗിലല്ല എല്ലാ വിഷമങ്ങളും തീർന്നേനെ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അലീനയുടെ കൈ ചേർത്ത് പിടിക്കുന്നുണ്ട് നമ്മളെ മനു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസമ്മനെ കാണാനായിട്ട് ഷെറിൻ്റെ അച്ഛനും മറ്റും വരുന്നുണ്ട് കേട്ടോ. ഗ്രേസമ്മനോടും മാമച്ചനോടും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇത്രയാണ് പ്രമോൾ കാണിച്ചിട്ടുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.